ഏണസ്റ്റ് അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ട്രേഡ്സ്മാൻ ഇൻഫർമേഷൻ ടെക്നോളജി ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അതിന്റെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. എക്സാമിന്റെ ഡേറ്റ് അനൗൺസ് ആയിട്ടുണ്ട്. 15th മെയ് ആണ് എക്സാമിനേഷന്റെ ഡേറ്റ്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് വളരെ കുറച്ച് സമയമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാനോടുകൂടി അതിനെ യൂട്ടിലൈസ് ചെയ്ത് എക്സാം ഒന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് കയറാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് BSc-യുടെ. നിങ്ങളെല്ലാവരും ഒന്ന് ആഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ കുറച്ച് സമയത്തിനുള്ളിൽ ഒരു നല്ല സ്റ്റഡി പ്ലാൻ ഒക്കെ വെച്ചിട്ട് കൃത്യമായിട്ടൊന്ന് നിങ്ങൾ ഒന്ന് ആഞ്ഞ് പിടിച്ചാൽ കിട്ടാവുന്ന ഒരു എക്സാമിനേഷൻ. നമ്മൾ അതിന്റെ ഒരു ടോപ്പിക്കാണ് ഇന്ന്, ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയും ഇതിനു വേണ്ടിയിട്ട് നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഫാക്കൽറ്റിയുടെ ഒരു ടീമിനെ വെച്ചിട്ട് ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ സ്റ്റഡി പ്ലാൻ ഒക്കെ വെച്ചിട്ട് ക്ലാസ്സുകൾ നയിക്കുന്നുണ്ട്. അപ്പം അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അവസാനം പറയാം. ഇപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ കമ്പ്യൂട്ടർ സയൻസിന്റെ ഏറ്റവും നല്ലൊരു ടോപ്പിക്കാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. HTML, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അന്നേരം HTML-നെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മളെല്ലാവരും എപ്പോഴും വെബ്സൈറ്റ് ഒക്കെ നോക്കുന്നവരല്ലേ. അന്നേരം ആ വെബ്സൈറ്റുകളെല്ലാം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലെ. അന്നേരം അങ്ങനെ ഉള്ള കുറേയധികം വെബ്സൈറ്റുകൾ നിങ്ങൾ ഡെയിലി കയറാറുണ്ട്. അന്നേരം ഇതൊക്കെ കുറച്ച് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. അന്നേരം അങ്ങനെയുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ഏത് HTML എന്ന് പറയുന്നത്. ആ HTML എന്താണ്, അതിനകത്തെ ടാഗുകൾ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പഠിക്കുമ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ HTML എന്ന് പറയുന്ന ലാംഗ്വേജ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞെങ്കിലും നമ്മൾ പഠിക്കേണ്ട രീതി എങ്ങനെയാണ് PSC ഓറിയന്റഡ് ആയിട്ട് PSC-യിൽ ഏത് ക്വസ്റ്റ്യൻ വരും എന്നുള്ള ഒരു ധാരണയോടുകൂടി വേണം നമ്മൾ ഇവിടെ പഠിക്കാൻ. അത് നമുക്ക് ജസ്റ്റ് ടോപ്പിക്കിലേക്ക് ഒന്ന് പോവാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും, കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ ഇത് HTML-നെ കുറിച്ച് ധാരണ ഉണ്ടാകുന്നവർ കാണും. എങ്കിലും നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് എവിടെയൊക്കെ വരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നവർ ശ്രദ്ധിച്ചിരുന്നോണം. ഓക്കെ, നമ്മളെന്തായാലും ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്ന് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ പറയും, ഒബ്ജക്റ്റീവ് HTML പറയും, എന്താണ് വേൾഡ് വൈഡ് വെബ് എന്നുള്ള കേസ് പറയും, HTML-ന്റെ ടൂൾസ് ഏതൊക്കെയാണ്, അതിന്റെ ടെർമിനോളജീസ്, അതേപോലെ തന്നെ ഒരു HTML ഡോക്യുമെന്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ എങ്ങനെ ചെയ്യാൻ പറ്റും, അതെങ്ങനെയാണ് സേവ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് വ്യൂ ചെയ്യുന്നത്, ഏതൊക്കെയാണ് ടെക്സ്റ്റ് ടാഗുകൾ, അതേപോലെ തന്നെ ഏതൊക്കെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉപയോഗിക്കാം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ജസ്റ്റ് അതിലേക്കൊന്ന് നമ്മളൊന്ന് ഓവർവ്യൂ ചെയ്തൊന്ന് കയറുകയാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കാം. എന്താണ് HTML? അതിന് ശരിക്കും വെബ് പേജുകൾ എന്താണെന്ന് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് എന്തിന്റെ കളക്ഷനാണ്? വെബ് പേജുകളുടെ കളക്ഷനാണ് അല്ലേ. അങ്ങനെയുള്ള ഒരു വെബ് പേജിനെ ഡിസൈൻ ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ശരിക്കും ഏത്, നമ്മുടെ ഈ പറയുന്ന HTML അല്ലെ. HTML-ന്റെ ഫുൾ ഫോം എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. പ്രത്യേകം ആലോചിച്ചോ, പറയണം. ഇറ്റ്സ് നോട്ട് സെറ്റ് ടു ബി എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇതൊരു പ്രോഗ്രാമിംഗ്, ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുന്ന ആ ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല. ഇതെന്താണ്? ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഓക്കെ, മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മാർക്കപ്പ് ടാഗുകൾ ഉപയോഗിച്ച് വരുന്ന ലാംഗ്വേജ്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റുകൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ്. അല്ലെങ്കിൽ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്നും പറയും, മാർക്കപ്പ് ലാംഗ്വേജ് എന്നും പറയും. അന്നേരം ഇവിടെ നമ്മൾ എന്താണ്, കുറേയധികം ടാഗുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ലാംഗ്വേജ് നിങ്ങളുടെ മുമ്പിൽ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അന്നേരം HTML ഒരു ഇൻട്രൊഡക്ഷൻ ഇത്രയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അന്നേരം നമുക്ക് പറയണം, ക്രിയേറ്റ് എ ഡോക്യുമെന്റ് ഓൺ വേൾഡ് വൈഡ് വെബ് അല്ലെ. WWW എന്താണെന്ന് നമുക്ക് അറിയാം. അന്നേരം ഇതൊരു കുറച്ച് കീവേഡ്സ് ഇതിനകത്ത് എൻക്ലോസ് ചെയ്യും. കുറച്ച് ടാഗുകൾക്കകത്ത് എൻക്ലോസ് ചെയ്യുന്ന കീവേഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ HTML ഡോക്യുമെന്റുകളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. അന്നേരം ശരിക്കും ഇറ്റ്സ് എ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ലാംഗ്വേജ്. എന്താണ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് എന്താ? ഏത് പ്ലാറ്റ്ഫോമിലും നിങ്ങൾ ഈ ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റ് ഓപ്പൺ ആകണം അല്ലെ. അങ്ങനെയുള്ള ലാംഗ്വേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അല്ലാതെ പ്ലാറ്റ്ഫോം ഡിപെൻഡന്റ് എന്ന് പറഞ്ഞപ്പോൾ വിൻഡോസിൽ മാത്രമേ വർക്ക് ആകത്തുള്ളെങ്കിൽ ഞാൻ ലിനക്സ് ഉപയോഗിക്കുന്ന സിസ്റ്റം ആണെങ്കിൽ എൻ്റെ അതിനകത്ത് ഓപ്പൺ ആവണ്ടേ. അന്നേരം ഇതൊരു പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു. നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവച്ചാലും നമ്മുടെ വെബ് ഡോക്യുമെന്റ് വർക്ക് ആവണം. അന്നേരം നമ്മൾ ഒരു ഡോക്യുമെന്റ് വെബിനകത്ത് കൃത്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ, to display a document in a web, it is essential to mark up the different elements. അതായത് ഹെഡിങ്സ് കാണും, പാരഗ്രാഫ്സ് കാണും,
ടേബിൾസ് കാണും, അതേപോലെ തന്നെ അങ്ങനെയുള്ള കുറേയധികം ആൾക്കാർ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ശരിക്കും ഒരു HTML പേജ് എന്ന് പറയുന്നത്, HTML ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. And to view a markup document, user has to open the document in a browser. ഞാൻ ഒരു HTML ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്താലും എനിക്കതിനെ കൃത്യമായിട്ട് വ്യൂ ചെയ്യണം, എന്ത് ചെയ്യണം, ഒരു ബ്രൗസറിൽ കൊണ്ടുപോയി നോക്കണം, ഒരു വെബ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യണം. എന്നിട്ട് എന്താണ് വെബ് ബ്രൗസർ? ആ വെബ് ബ്രൗസറിനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? HTML ടാഗുകളെ മനസ്സിലാക്കാനും ആൻഡ് ഓൾസോ ടു ഇന്റർപ്രറ്റ്, നമ്മൾ എന്താണോ HTML ടാഗ് എഴുതി വെച്ചത് ആ HTML ടാഗിനെ ഇന്റർപ്രറ്റ് ചെയ്യാനും ആർക്കേ പറ്റത്തുള്ളൂ? ബ്രൗസറിനെ പറ്റത്തുള്ളൂ, ആ വെബ് ബ്രൗസറിനെ പറ്റത്തുള്ളൂ. അതുപോലെ ആ ഡോക്യുമെന്റ് സ്ട്രക്ചർ, അതുപോലെ അതിന്റെ ഡിസിഷൻ ആൻഡ് പ്രസന്റേഷൻ, എങ്ങനെയാണ് അത് ലുക്ക് ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം ഒരു ബ്രൗസറിനെ കൃത്യമായിട്ട് നമ്മളെ കാണിക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഞാനൊരു ടെക്സ്റ്റ് എഡിറ്ററിൽ കൂടി എന്തെഴുതുന്നു? HTML ടാഗുകളെല്ലാം എഴുതുന്നു. പക്ഷെ നമ്മൾ അതിനെ സേവ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്നത് എന്തുവഴിയായിരിക്കണം? ഒരു ബ്രൗസർ ത്രൂ ആയിരിക്കണം, എന്നാലേ അത് കൃത്യമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. HTML നിങ്ങൾക്ക് ധാരാളം ടാഗുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആ ഡോക്യുമെന്റിന് കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടല്ലോ, പല വെബ്സൈറ്റുകളും ആ ലുക്ക് ആൻഡ് ഫീൽ കണ്ടിട്ടില്ലേ? ശരിക്കും നല്ലൊരു യൂസർ ഇന്റർഫേസ് കൂടെ ചെയ്താലല്ലേ ആൾക്കാർക്ക് പോലും ഇഷ്ടപ്പെടാറുള്ളൂ, അല്ലേ? അന്നേരം നമുക്കും ഒരു ലുക്ക് ആൻഡ് ഒരു അട്രാക്റ്റീവ് ലുക്ക് കിട്ടുന്നതിന് വേണ്ടി HTML ധാരാളം ഗ്രാഫിക്സുകൾ, ഫോണ്ട് സൈസ്, കളേഴ്സ്, ഇതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ. അതേപോലെ തന്നെ വെബ്സൈറ്റ് എന്നൊരു കേസിലേക്ക് വരുമ്പോൾ ഒരു വെബ് പേജിൽ നിന്ന് അടുത്ത വെബ് പേജിലേക്ക് ലിങ്ക് ചെയ്ത് നമ്മളിപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പേജിൽ ചെല്ലും, അല്ലേ? ഇങ്ങനെ കുറെ ഹൈപ്പർ ലിങ്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഡോക്യുമെന്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്ന് ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് an HTML? എന്താണ് ഒരു HTMLന്റെ കൃത്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എന്ത് ചെയ്യാം? HTML ആദ്യമേ ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്ത് വ്യൂ ചെയ്യാൻ പറ്റും ഒരു HTML ഡോക്യുമെന്റ്. അതേപോലെ തന്നെ നമുക്കൊരു വെബ് പേജിനെ ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ബുള്ളറ്റുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ വേർഡിനകത്ത്? അതിനെ ഞങ്ങളിവിടെ ഓർഡേർഡ് ലിസ്റ്റ് എന്നാണ് പറയുന്നത്. 1 2 3 എന്നൊക്കെ, 1 കാർ 2 ബസ് 3 അങ്ങനെ ഓപ്ഷൻസ് ഒക്കെ ചെയ്തിട്ടില്ലേ? ബുള്ളറ്റ്സ് നമ്മൾ വേർഡിനകത്ത് ഉപയോഗിക്കാം, അതിന് നമ്മളിവിടെ ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ബുള്ളറ്റുകൾ ഉപയോഗിച്ചിട്ട്, സ്ക്വയർ ബുള്ളറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിന് നമ്മളിവിടെ അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ HTML നമുക്ക് ഗ്രാഫിക്സുകളൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ധാരാളം ഹൈപ്പർ ടെക്സ്റ്റ് ലിങ്കുകളും അതേപോലെ തന്നെ ഇമേജ് ലിങ്കുകളും ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇവിടെ നിന്ന് നോക്കാൻ പോകുന്നത്. എന്താണ് വേൾഡ് വൈഡ് വെബ് അല്ലെങ്കിൽ W3 അല്ലെങ്കിൽ WWW? ഇതെന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് ഇന്റർലിങ്ക്ഡ് ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റ്സ്. നമുക്ക് ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റ് നമുക്ക് വെബ് ത്രൂ ആക്സസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്? വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. വിത്ത് വെബ് ബ്രൗസർ, ഒരു വെബ് ബ്രൗസർ ഉപയോഗിച്ചിട്ട് നമുക്ക് വെബ് പേജസിലെ ടെക്സ്റ്റുകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ടെക്സ്റ്റ്, ഇമേജസ്, വീഡിയോസ്, മൾട്ടിമീഡിയാസ്, ഇതിനെല്ലാം ഹൈപ്പർ ലിങ്ക് ഉപയോഗിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അന്നേരം ശരിക്കും നമുക്ക് കുറച്ച് HTML ടൂൾസുകൾ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് ദർ ഈസ് ആൻ HTML എഡിറ്റേഴ്സ്. HTML എഡിറ്റർ എന്ന് വെച്ചാൽ എന്താ? എനിക്ക് ഈ ടാഗുകളെല്ലാം എന്ത് ചെയ്യണം? ആദ്യം ഒരു എഡിറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യണം? അതിനകത്തോട്ട് എഴുതണം. ഒന്നെന്ന് പറയുന്നത് ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടല്ലേ, കോഡ് ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ നോട്ട് പാഡ്, നമ്മുടെ സിസ്റ്റത്തിലുള്ള നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന നോട്ട് പാഡാണ്. ആ നോട്ട് പാഡിലേക്ക് എന്ത് ചെയ്യാം? നമുക്ക് എഴുതിയിട്ട് നമുക്ക് അതിനെ ബ്രൗസറിൽ കൊണ്ടുവന്ന് ഡിസ്പ്ലേ ചെയ്യാം. അല്ലെങ്കിൽ നെറ്റ്സ്കേപ്പ് കമ്പോസർ എന്ന് പറയുന്ന ഒരു HTML എഡിറ്റർ കാണും. അതും ഇതിൽ ഏതെങ്കിലും ഒരു എഡിറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ ടാഗുകളെല്ലാം എഴുതി നിങ്ങൾ അതിനെ സേവ് ചെയ്ത് വെക്കുക. ഈ രണ്ടാമത്തെ ടൂളാണ് നിങ്ങളുടെ വെബ് ബ്രൗസർ. ഈ വെബ് ബ്രൗസർ ത്രൂ ആണ് നിങ്ങൾ എഴുതി വെച്ച ഈ ഡോക്യുമെന്റിനെ ഓപ്പൺ ചെയ്യേണ്ടത്. എന്നാൽ നിങ്ങൾ ടെക്സ്റ്റ് ഡോക്യുമെന്റ് ആയിട്ട് ഒരു നോട്ട് പാഡ് എടുത്തിട്ട് നിങ്ങൾ HTML കോഡൊക്കെ എഴുതി വെക്കുന്നു. ആ HTML കോഡിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് എ വെബ് ബ്രൗസർ കൊടുത്താൽ മതി. എന്നാലും നിങ്ങൾക്ക് ആ HTML അതിനകത്തെ ഫയലുകളെല്ലാം എൻകോഡ് ചെയ്തിരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൃത്യമായിട്ട് എന്താണ് നമ്മൾ ആ ഒരു ഡിസൈൻ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് കാണാൻ പറ്റും. ഓക്കെ, അന്നേരം ഈ രണ്ട് ടൂൾസ് ആണ് ശരിക്കും നമ്മളൊരു ഒരു വെബ് പേജ് കാണുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനും വ്യൂ ചെയ്യുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി HTML-നകത്ത് കുറച്ച് ടെർമിനോളജീസ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു there are some ടാഗുകൾ, അല്ലെ? ടാഗുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ടാഗ്സ് എന്ന് പറയുന്നത് ആംഗിൾ ബ്രാക്കറ്റിലായിരിക്കും എഴുതുന്നത്. ഒരു പീസ് ഓഫ് ടെക്സ്റ്റിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടാഗ് ഉപയോഗിക്കുന്നത്. HTML എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ട്. അതായത് ഈ ഒരു ആംഗിൾ ബ്രാക്കറ്റിനകത്ത് നമ്മൾ കോഡ് എഴുതും. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? ശരിക്കും ഇപ്പൊ ഇവിടെ പറയാൻ പോകുന്ന HTML എന്ന് പറയുന്ന ടാഗ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ HTML ഡോക്യുമെന്റ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്നാണ്. ഓക്കെ, രണ്ട് തരത്തിലുള്ള ടാഗുകളുണ്ട്.
ഒന്നെന്ന് പറയുന്നത് പെയ്ഡ് ടാഗുകളും, രണ്ടാമത്തേന്ന് പറയുന്നത് ഏതാണ്? അൺപെയ്ഡ് ടാഗുകളും. പെയ്ഡ് ടാഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ടാഗ് ഓപ്പൺ ചെയ്യുന്നു വെച്ചോ, ഫോർ എക്സാമ്പിൾ HTML. ഞാൻ ഈ HTML എന്ന് പറഞ്ഞ ടാഗ് ഓപ്പൺ ചെയ്താൽ അതെല്ലാം അതിനകത്തുള്ള ബാക്കിയുള്ള ടാഗുകളെല്ലാം എഴുതിയതിനു ശേഷം ഉറപ്പായിട്ടും അത് എന്ത് ചെയ്യണം? നിങ്ങൾ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യുന്നതിന് എന്ത് ചെയ്യണം? ഒരു സ്ലാഷ് ഉപയോഗിച്ച് വേണം ക്ലോസ് ചെയ്യാൻ. ഇതിനെ ക്ലോസിംഗ് ടാഗ് എന്നും ഇതിനെ ഓപ്പണിംഗ് ടാഗ് എന്നും വിളിക്കും. ഇങ്ങനെയുള്ള ടാഗുകൾക്ക് എന്താ ഉള്ളത്? ഒരു ഓപ്പണിംഗ് ടാഗും കാണും, എന്ത് കാണും? ഒരു ക്ലോസിംഗ് ടാഗും കാണും. അതായത് രണ്ടാൾക്കാർ കാണും. അതുകൊണ്ട് ഇവരെ നമ്മൾ എന്തെന്ന് വിളിക്കും? പെയ്ഡ് ടാഗുകൾ എന്ന് വിളിക്കും. എന്തെന്നാ വിളിക്കുന്നത്? പെയ്ഡ് ടാഗുകൾ എന്ന് വിളിക്കും. ഇനി അൺപെയ്ഡ് ടാഗുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഒരു കമ്പാനിയൻ കാണത്തില്ല. എന്ത് കാണത്തില്ല? ക്ലോസിംഗ് ടാഗ് കാണത്തില്ല. ഇയാൾ പാവത്താനാണ്, ഇയാൾ ഒറ്റയ്ക്ക് വേണം എല്ലാം ചെയ്യാൻ. ഇപ്പൊ നമുക്കൊരു പേജിന് ബ്രേക്ക് കൊടുക്കണമെങ്കിൽ അവിടെ എന്ത് കൊടുത്താൽ മതി? BR. ഇതിന് ക്ലോസിംഗ് ടാഗ് ഇല്ല. അതുപോലെ നമുക്കൊരു പിന്നെന്താണ്, നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ പേജ് ഇവിടെ നമ്മളൊരു BR ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോ ഒരു സെന്റൻസ് എഴുതി. ആ സെന്റൻസിനകത്ത് നമുക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഹലോ, ഹൗ ആർ യു, ഇത് എഴുതിയിട്ട് അടുത്ത സെന്റൻസ് വരണമെന്നുണ്ടെങ്കിൽ, അത് അടുത്ത സെന്റൻസിലേക്ക് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക് കൊടുക്കണം. ഈ പേജിനകത്ത് തന്നെ ഒരു ബ്രേക്ക് കൊടുക്കണം. ബ്രേക്ക് കൊടുത്തിട്ട് ഹലോ, ഗുഡ് മോർണിംഗ് എന്ന് എഴുതുക നമ്മൾ. അന്നേരം ഇത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഇതേപോലെ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബ്രേക്ക് ഇവിടെ കൊടുക്കണം. ബ്രേക്ക് കൊടുത്തില്ലെങ്കിൽ ഇത് നേരെ അങ്ങ് ടൈപ്പ് ആയിപ്പോകും. അത് പിന്നീട് പഠിപ്പിക്കാം, ഇപ്പൊ നിങ്ങൾ നോക്കണ്ട. അന്നേരം ഇതിനു വേണ്ടി ഇതാണ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ടാഗുകളാണ്. ഇതിന് നമുക്ക് ക്ലോസിംഗ് എന്ന് പറയുന്ന ഇതുപോലെ ടാഗ് ഇല്ല. അന്നേരം അങ്ങനെ ക്ലോസിംഗ് ഇല്ലാത്ത ടാഗുകൾ, സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിൽക്കുന്ന ടാഗുകളാണ് ഇത് അൺപെയ്ഡ് ടാഗുകൾ എന്ന് പറയുന്നത്. അന്നേരം ഒന്നുകൂടെ മനസ്സിലാക്കി വെക്കൂ, രണ്ട് ടാഗുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? പെയ്ഡ് ടാഗും അൺപെയ്ഡ് ടാഗും, അല്ലെ? അന്നേരം പെയ്ഡ് ടാഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? രണ്ട്, അതിനൊരു ഓപ്പണിംഗ് ടാഗും കാണും, ഒരു സെക്കൻഡ് ടാഗായിട്ട് എന്ത് കാണും? ഒരു ക്ലോസിംഗ് ടാഗും കാണും. ഓക്കെ. അന്നേരം അൺപെയ്ഡ് ടാഗ് എന്ന് വെച്ചാൽ സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിൽക്കുന്ന ടാഗുകളെയാണ് അൺപെയ്ഡ് ടാഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടെർമിനോളജിയാണ് ആട്രിബ്യൂട്ട്. ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഒരു ടാഗിന്റെ പ്രോപ്പർട്ടിയാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഞാനിപ്പം HTML എന്ന് പറയുന്ന ഒരു ടാഗ് എഴുതി, അല്ലെ? അല്ലെങ്കിൽ ഞാനിപ്പം IMG എന്ന് പറയുന്ന ഒരു ടാഗ്, ഇമേജിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു ടാഗ് നമ്മൾ എന്ത് ചെയ്തു? IMG ക്ലോസ് ചെയ്തു. ഒരു പെയ്ഡ് ടാഗാണ്, അല്ലെ? അന്നേരം ഇവിടുത്തെ കേസിൽ എനിക്ക് ഈ ടാഗിന് എന്തെങ്കിലും പ്രോപ്പർട്ടീസ്, ഒരു ഇമേജിന് ശരിക്കും ചിലപ്പം അതിനൊരു സൈസ് കാണും, അല്ലെ? ഒരു വിഡ്ത്ത് കാണും, ഹൈറ്റ് കാണും. അതിനെയൊക്കെയാണ് നമ്മൾ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ടാഗ് അല്ല, ടാഗിന് ഉള്ള പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ആ പ്രോപ്പർട്ടി എനിക്ക് എഴുതണമെങ്കിൽ ഞാൻ ഈ ടാഗിനകത്ത് തന്നെ എഴുതേണ്ടി വരും. ഫോർ എക്സാമ്പിൾ പറയണേ, IMG എന്ന് എഴുതി എന്ത് ചെയ്തേണ്ടി വരും? ഹൈറ്റ് എത്ര, അല്ലെങ്കിൽ അതിന്റെ വിഡ്ത്ത് എത്ര എന്ന് എഴുതേണ്ടി വരും. ഇങ്ങനെ എഴുതുന്ന ഈ ടാഗുകളുടെ ഒരു പ്രോപ്പർട്ടീസ് ആണ്. ഫിക്സഡ് ആണ്. നമ്മൾ അത് ഇതിനും കീവേഡ്സ് ഉണ്ട്, നമ്മൾ പഠിക്കും എന്താണെന്ന്. അന്നേരം ഇതിനെയാണ് പറയുന്നത് എന്ത്? ആട്രിബ്യൂട്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും, ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു ടാഗിന്റെ പ്രോപ്പർട്ടീസിനെയാണ് ശരിക്കും എന്ത് പറയുന്നത്? ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഈ പ്രോപ്പർട്ടി എഴുതുന്നത് ഈ ഏതാണോ ടാഗ്, ആ ആംഗുലാർ ബ്രാക്കറ്റിനകത്ത് തന്നെ വേണം അയാളുടെ പ്രോപ്പർട്ടീസും കൊടുക്കാൻ. ഓക്കെ. ഇനി അടുത്തതാണ് DTD എന്ന് പറയുന്ന ഒരു ടെർമിനോളജി. DTD മീൻസ് ഡോക്യുമെന്റ് ടൈപ്പ് ഡെഫിനിഷൻ. ഇതെന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? സം കളക്ഷൻ ഓഫ് റൂൾസ് റിട്ടൺ ഇൻ സ്റ്റാൻഡേർഡ് ജനറലൈസ്ഡ് മാർക്കപ്പ് ലാംഗ്വേജ്. SGML എന്ന് പറയുന്ന ജനറലൈസ്ഡ് മാർക്കപ്പ് ലാംഗ്വേജിൽ എഴുതുന്ന ഒരു റൂൾ, അതായത് സം കളക്ഷൻ ഓഫ് റൂൾസ്. അതൊക്കെ പിന്നീട് നമുക്ക് പറയാം. അതിനെയാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്? DTD എന്ന് പറയുന്നത്. അന്നേരം HTML is differed in terms of its DTDs. എന്താണ്? നമ്മുടെ ആ ഡോക്യുമെന്റ് ടൈപ്പ് ഡെഫിനിഷൻസിലാണ് ശരിക്കും എന്ത് പറയുന്നത്? HTML ശരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. ഓൾ ദ ഡീറ്റെയിൽസ് ഓഫ് HTML ടാഗ്, ഐഡന്റിറ്റീസ്, റിലേറ്റഡ് ഡോക്യുമെന്റ് സ്ട്രക്ചർ, ഇതെല്ലാം ആര് പറയണം? ഈ ഡോക്യുമെന്റ് ടൈപ്പ് ഡെഫിനിഷൻ വേണം പറയാൻ. ഇനി അടുത്തതാണ് എലമെന്റ് എന്ന് പറയുന്നത്. What is an element? The element is a component of document structure such as a title, paragraph, or a list. It can include an opening and closing tag and contents. എലമെന്റുകൾ എന്ന് പറയുന്ന ഒരാൾക്ക് എന്താണ് എലമെന്റ് എന്ന് പറയുന്നത്? അവരെന്ന് പറയുന്നത് കമ്പോണൻസ് ഓഫ് എ ഡോക്യുമെന്റ് സ്ട്രക്ചർ. ഈ ഡോക്യുമെന്റ് സ്ട്രക്ചറിന്റെ ഒരു കമ്പോണന്റ്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു ഡോക്യുമെന്റ് സ്ട്രക്ചർ ഉണ്ട്. എങ്ങനെ വേണം HTML എന്ന് എഴുതാനുള്ള ഒരു ഡോക്യുമെന്റ് സ്ട്രക്ചർ ഉണ്ട് നമുക്ക്. ഇന്ന സ്ഥലത്ത് ആദ്യം HTML തുടങ്ങണം, ബോഡി ഇവിടെ വരണം. അതങ്ങനെ ഞാൻ സ്ട്രക്ചർ ഇപ്പം കാണിച്ചു തരാം.
അതിനകത്ത് ഉള്ള ആൾക്കാരെയാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്, എലമെന്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ. അന്നേരം ഇറ്റ് ഇൻക്ലൂഡ് ഓപ്പണിംഗ് ടാഗും കാണും, ക്ലോസിംഗ് ടാഗുകളും ഒക്കെയാണ് നമ്മളിവിടെ എലമെന്റുകൾ എന്നിട്ട് ചെറുതായിട്ട് പറയുന്നത്. ഓക്കെ. നോക്കിക്കേ, എങ്ങനെയാണ് ഒരു HTML ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒരു HTML ഡോക്യുമെന്റിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ടാഗുകളാണ് ആരൊക്കെ? HTML, ഹെഡ്, ബോഡി. 3 ടാഗ് എല്ലാവരും പഠിച്ചല്ലോ. ഒരു ടാഗ് തുടക്കത്തിൽ ആരും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. നമ്മളിങ്ങനെ പഠിച്ച് പോകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പഠിക്കും. ആദ്യത്തെ ടാഗ് ഏതാണ്? HTML എന്ന് പറയുന്ന ടാഗാണ്. HTML ഓപ്പൺ ചെയ്യുന്നു, HTML എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ഹെഡേഴ്സ് കൊടുക്കാൻ വേണ്ടി ഹെഡ് എന്ന് പറയുന്ന ടാഗ് ഉണ്ട്, അതും ക്ലോസിംഗ് ടാഗ് ഉണ്ട്. അതിനുശേഷം നമ്മുടെ കണ്ടന്റ്സ് എഴുതുന്ന പോർഷൻ ആണ് ഇത് ബോഡി ടാഗ്. അന്നേരം HTML ടാഗ് എന്തിനു വേണ്ടിയിട്ടാണ്? HTML ടാഗിനകത്താണ് ശരിക്കും അതർ HTML ടാഗുകളും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അസോസിയേറ്റഡ് ടെസ്റ്റുകളെയെല്ലാം എൻക്ലോസ് ചെയ്യേണ്ടത് HTML ടാഗിലാണ്. That you can create an HTML document that omits these tags and your browser can still read it, display it. ഇതിനകത്തുള്ള ടാഗുകളെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. എന്നാൽ നമ്മുടെ HTML ടാഗ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ HTML ടാഗിനകത്ത് വേണം നിങ്ങളുടെ ടൈറ്റിലും ഡോക്യുമെന്റ്സും ഒക്കെ അതിനകത്ത് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കിക്കേ, ഇതൊരു HTML ഡോക്യുമെന്റ് ആണ്. അതിന് 2 ഡിസ്റ്റിങ്ക്ട് പാർട്ടുകളുണ്ട്, ഹെഡും ബോഡി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് നിങ്ങൾക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതണമെന്നില്ല, ലോവർ കേസ് ലെറ്ററിലും എഴുതാം. ഇതിന് കേസ് സെൻസിറ്റിവിറ്റിന്റെ പ്രശ്നം വരുന്നില്ല. HTML ഓപ്പൺ ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യണം? HTML ക്ലോസ് ചെയ്യണം. റൈറ്റ്. അടുത്ത് എന്ത് ചെയ്യണം? ഹെഡ് ഓപ്പൺ ചെയ്യുക, എന്ത് ചെയ്യണം? ഹെഡ് ക്ലോസ് ചെയ്യുക. അതേപോലെ തന്നെ അതിനുശേഷം ഹെഡർ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടന്റ്സ് എഴുതേണ്ട സ്ഥലം ബോഡി, ഇത് ഓപ്പൺ ചെയ്യുക, കണ്ടന്റ്സ് ഒക്കെ എഴുതുക, നമ്മൾ അതിന് ശേഷം എന്ത് ചെയ്യുക? ബോഡി ക്ലോസ് ചെയ്യുക. ഈ ഹെഡിനകത്ത് വേണം നമ്മൾ മുമ്പേ പറഞ്ഞ എന്ത് കൊടുക്കാൻ? ടൈറ്റിൽ എന്ന് പറയുന്ന ടാഗിനെ കൊടുക്കാൻ. നിങ്ങളുടെ വെബ് പേജിന്റെ ടൈറ്റിൽ എന്താണോ അത് വേണം ഇവിടെ കൊടുക്കാൻ. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ? ഈ ഹെഡ് ടാഗ് എന്ന് പറയുന്നത് എന്താണ്? ഹെഡ് ടാഗ് ആണ് ഒരു സ്റ്റാർട്ട് HTML കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് സ്റ്റാർട്ട് ടാഗ് ഏതാണ്? ഹെഡ് ടാഗ് ആണ്. ഹെഡ് ടാഗിനകത്ത് വേണം നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെന്റിന്റെ ടൈറ്റിൽ കൊടുക്കാൻ. അത് മുമ്പ് ഞാൻ കാണിച്ചു തന്നുണ്ടോ? ഹെഡ് എന്ന് എഴുതി, അതിനുശേഷം എന്ത് കൊടുക്കുക? ടൈറ്റിൽ കൊടുക്കണം. എന്നിട്ട് നിങ്ങളുടെ ടൈറ്റിൽ ഏതാണെന്ന് കൊടുക്കണം. ടൈറ്റിൽ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം? ഹെഡ് ക്ലോസ് ചെയ്യണം. ഇതൊരു HTML-നകത്ത് വേണം എന്ത് ചെയ്യാൻ? എൻക്ലോസ് ചെയ്യാൻ. ഈ ബോഡി ടാഗിനകത്ത് വേണം നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഡോക്യുമെന്റിന്റെ സ്ട്രക്ചർ. അന്നേരം ബാക്കി ടാഗുകളൊക്കെ പഠിച്ചാലേ നമുക്ക് നല്ലവണ്ണം അത് എഴുതാൻ പറ്റത്തുള്ളൂ. അന്നേരം ആ ബോഡി ടാഗിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ HTML സ്ട്രക്ചറുകളൊക്കെ എഴുതണം. ഓക്കെ. ഇനിയും ഈ ബോഡി ടാഗിന് തന്നെ എന്തുണ്ട്? അന്നേരം നമുക്ക് ഈ ബോഡി ടാഗ് ആദ്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി വെക്കാം. ഒരു HTML നിങ്ങൾ എഴുതുന്നു, HTML കഴിയുമ്പോൾ എന്തെഴുതുന്നു? ഹെഡർ ടാഗ് എഴുതുന്നു. ഹെഡറിനകത്ത് നിങ്ങൾ ടൈറ്റിൽ കൊടുക്കുന്നു, ഫോർ എക്സാമ്പിൾ മൈ പേജ്. ടൈറ്റിൽ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് കൊടുക്കുന്നു? ഹെഡ് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ബോഡി ഓപ്പൺ ചെയ്യുന്നു. കണ്ടന്റ് ഒക്കെ എഴുതിയതിനു ശേഷമായിരിക്കും ബോഡി ക്ലോസ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? HTML ക്ലോസ് ചെയ്യുന്നു. മനസ്സിലായല്ലോ? അപ്പൊ ഇനി ഇത്ര എഴുതി കഴിഞ്ഞ് നമ്മൾ ഇതിനെ സേവ് ചെയ്യുന്നു. സേവ് ചെയ്തിട്ട് ഒരു വെബ് ബ്രൗസർ വഴി ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇതിനകത്ത് കണ്ട് ഈ വെബ് പേജിന്റെ പേര് ഇവിടെ ആയിട്ട് എന്ത് കാണാം? മൈ പേജ് എന്ന് കാണാം. മനസ്സിലായോ? നിങ്ങൾ ഇനി മോസില്ല എന്നെല്ലാം കൊടുക്കുകയാണെങ്കിൽ മോസില്ല എന്നിവിടെ കാണാം. നിങ്ങൾ നിങ്ങളുടെ സ്കൂളിന്റെ പേര് കൊടുക്കുന്നെങ്കിൽ ആ സ്കൂളിന്റെ പേര് ഇവിടെ കാണാം. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ? അന്നേരം ഇവിടെ പറയാൻ ഇനിയും പോകുന്നത് ഈ നമ്മളിപ്പോ പഠിച്ച ഈ ബോഡി ടാഗ് ഇല്ലേ, ഈ ബോഡി ടാഗിന് കുറച്ച് ആട്രിബ്യൂട്ടുകൾ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ബോഡി എന്ന് പറയുന്നത് നമ്മുടെ വെബ് പേജിന്റെ സ്ട്രക്ചർ ആണ്. അന്നേരം ഇതിന്റെ ബോഡി ടാഗ് ഇവിടെ ആയിട്ട് വേണം എഴുതാൻ. അന്നേരം ഏതൊക്കെയാണ് അതിന്റെ ബോഡി ടാഗിന്റെ ആട്രിബ്യൂട്ട് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അന്നേരം ഒന്നാമത്തെ ആട്രിബ്യൂട്ട് ആണ് ഏത്? BG കളർ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഒരു വെബ് ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കളർ കൊടുക്കണമെങ്കിൽ കളർ കൊടുക്കുക. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ ബോഡി ടാഗ് ഓപ്പൺ ചെയ്യുക. ബോഡി ടാഗ് ഓപ്പൺ ചെയ്തിട്ട് ഏത് കീവേഡ് കൊടുക്കണം? അടുപ്പിച്ച് തന്നെ എഴുതണം. BG കളർ എന്നൊരു കീവേഡ് കൊടുക്കുക. എന്നിട്ട് കളറിന്റെ എക്സ്കോഡോ അല്ലെങ്കിൽ കളർ റെഡ് എന്നാ കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇതിന്റെ കളർ ഈ എല്ലാം എന്തായിട്ട് മാറും? റെഡ് ആയിട്ട് മാറും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ബോഡി ക്ലോസ് ചെയ്യണം. ഒരു ആട്രിബ്യൂട്ട് കൊടുക്കുന്നത് പഠിപ്പിച്ചല്ലോ. അന്നേരം നിങ്ങളുടെ ബോഡി എന്ന് പറയുന്ന ടാഗിന്റെ ഫസ്റ്റ് ആട്രിബ്യൂട്ട് മനസ്സിലായല്ലോ? അതിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ.
ഇനി രണ്ടാമത്തെ ആട്രിബ്യൂട്ട് ആണ്, ഇതൊന്നാമത്തെയാണ് BG കളർ. രണ്ടാമത്തെ ആട്രിബ്യൂട്ട് ആണ് ടെക്സ്റ്റ്. യൂസ് ടു സെറ്റ് ദ കളർ ഓഫ് ദ ടെക്സ്റ്റ് ഓഫ് ദ ഡോക്യുമെന്റ്. അന്നേരം നമുക്കറിയാം, ഞാൻ ഈ വെബ് ഡോക്യുമെന്റ് എഴുതിയിട്ട് ഈ ബോഡിക്കകത്തായിരിക്കുമല്ലോ നമ്മൾ എഴുതുന്നത്, അവർ സ്കൂൾ ഈസ് സിറ്റുവേറ്റഡ് അല്ലെ. അന്നേരം ഈ എഴുതുന്ന ടെക്സ്റ്റിന് എനിക്ക് എന്ത് കിട്ടണം? റെഡ് കളർ കിട്ടണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ബോഡി എന്ത് പറയണം? ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കൊടുക്കണം? ഡബിൾ കോട്സിനകത്ത് വേണം എന്ത് കൊടുക്കാൻ? വാല്യൂ കൊടുക്കാൻ. റെഡ് എന്ന് കൊടുത്താൽ എന്ത് ചെയ്യാം? എന്ത് പറ്റും? നിങ്ങൾ ഈ ബോഡി ടാഗിനകത്ത്, ഈ ബോഡിക്കകത്ത് എന്തൊക്കെയാണോ എഴുതുന്നത് അതെല്ലാം എന്ത് കളർ കിട്ടും? ടെക്സ്റ്റുകളെല്ലാം റെഡ് കളർ കിട്ടും. നിങ്ങൾ ചോദിക്കും, രണ്ട് ആട്രിബ്യൂട്ടൂടെ ഒരേ ടാഗിനകത്ത് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും പറ്റും. ബോഡി ടാഗിനകത്ത് BG കളറും കൊടുക്കാം, എന്ത് കൊടുക്കാം? ടെക്സ്റ്റും കൊടുക്കാൻ പറ്റും. ഇനി അടുത്ത ഒരു ടാഗാണ്, മൂന്നാമത്തെ ടാഗാണ് ഏത്? മാർജിൻ എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ട്. എന്താണ് മാർജിൻ? നമുക്കറിയാം, നമ്മുടെ ഒരു വെബ് ഡോക്യുമെന്റ് ബോഡി ടാഗ് ആണെങ്കിൽ അതിന് ലെഫ്റ്റ് മാർജിൻ സെറ്റ് ചെയ്യാം അല്ലെ. നേരം നോക്കിക്കേ, ലെഫ്റ്റ് മാർജിൻ ആണ് സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ ബോഡി ലെഫ്റ്റ് മാർജിൻ ഈസ് ഈക്വൽ ടു പിക്സൽ സൈസ് കൊടുക്കണം 60 എങ്കിൽ നേരം നമ്മൾ 60 പിക്സൽ ഇങ്ങോട്ട് മാറി ലെഫ്റ്റ് മാർജിൻ കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ബോഡി ടാഗ് ക്ലോസ് ചെയ്യണം. ഇവിടെ ജസ്റ്റ് കണ്ടന്റ് എഴുതിയെന്നേ ഉള്ളൂ. ഇനി അടുത്ത നിങ്ങൾക്കൊരു ടോപ്പ് മാർജിൻ ആ കൊടുക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്യണം? ടോപ്പ് മാർജിൻ ഈസ് ഈക്വൽ ടു 60 എന്ന് പറഞ്ഞു. അന്നേരം ആ ടോപ്പ് മാർജിൻ ഒരു 60 പിക്സല് സെറ്റ് ചെയ്ത് തരും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് കൊടുക്കാം? ഇമേജ് കൊടുക്കണമെന്ന് വെച്ചു. നിങ്ങളുടെ ബോഡിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് കൊടുക്കണേ നിങ്ങൾ എന്ത് ചെയ്യണം? ബോഡി ബാക്ക്ഗ്രൗണ്ട് ഈസ് ഈക്വൽ ടു ആ ഫയൽ, ഏതാണോ ഇമേജ് കൊടുക്കേണ്ട ഫയല്, ആ ഫയലില് ഇവിടെ കൊണ്ടുവന്ന് എക്സ്റ്റൻഷനോട്, ഇപ്പം car.jpg ആണെങ്കിൽ car.jpg എന്ന് തന്നെ അതിന്റെ എക്സ്റ്റൻഷൻ ഉൾപ്പെടെ വേണം ഇവിടെ കൊടുക്കാൻ. അന്നേരം നിങ്ങളുടെ ഈ വെബ് ബ്രൗസറിനകത്ത് കാണുന്ന ബോഡിയിൽ ഒരു കാറിന്റെ പടം ഇങ്ങനെ ഡിസ്പ്ലേ ആവും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്? HTML-ന്റെ ബോഡി സ്ട്രക്ചറുമായിട്ട്. ബോഡി എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഡോക്യുമെന്റിന്റെ സ്ട്രക്ചറിന്റെ ഇമ്പോർട്ടന്റ് പാർട്ടാണെന്ന് അറിയാം. മനസ്സിലായല്ലോ നിങ്ങൾക്ക് എന്താണ് ബോഡി എന്നുള്ള കാര്യം? മനസ്സിലായല്ലോ. അന്നേരം അതിന്റെ കുറച്ച് ആട്രിബ്യൂട്ടുകളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളിതിപ്പോ ചെയ്യുന്നതിനെക്കാട്ടിലുപരി ചെയ്തു നോക്കിയാൽ ഒരു രസമാണ്. ലാപ്പൊക്കെ ഉള്ളവർക്ക് വേഡ് ഡോക്യുമെന്റ് എടുത്ത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കാം. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ റിയൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതിന് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയ ഒരു സൈറ്റിനെ കുറിച്ചും നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അന്നേരം ഇത് ശരിക്കും നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. പക്ഷെ നമ്മൾ ഇതിലേക്ക് ചെയ്ത് പഠിക്കുന്നതിനേക്കാൾ ഉപരി നമുക്ക് നമ്മുടെ കേസിൽ PSC-യുടെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് എല്ലാവരും മനസ്സിൽ വെച്ചേക്കണം. ഓക്കെ, ഇനി നമുക്ക് ഒരു വെബ് ബ്രൗസർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാൻ പോകും. ആദ്യമേ ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യമേ നിങ്ങൾ ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്യും. എന്ത് ഓപ്പൺ ചെയ്യണം? ഒരു ടെക്സ്റ്റ് എഡിറ്റർ. നമ്മുടെ കേസിൽ നമ്മുടെ നോട്ട് പാഡ് അങ്ങ് ഓപ്പൺ ചെയ്താൽ മതി. ഒന്നെങ്കിൽ നോട്ട് പാഡ് ഒന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റാർട്ട് എടുത്തിട്ട് ആക്സസറി ചെല്ലാമെങ്കിൽ നോട്ട് പാഡ് കിട്ടും. നോട്ട് പാഡ് ഓപ്പൺ ചെയ്തേ. നോട്ട് പാഡ് ഓപ്പൺ ചെയ്യും. നോട്ട് പാഡ് ഓപ്പൺ ചെയ്തിട്ട് വേണ്ട ഈ ഒരു HTML കോഡ്, ഇവർ തന്നിരിക്കുന്ന ഒരു കോഡ് എഴുതി. ഇവരെന്താ തന്നിരിക്കുന്ന കോഡ് നമുക്കൊന്ന് പഠിക്കാം. ചെറിയൊരു കോഡ് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? ഒരു നോട്ട് പാഡ് എടുക്കുന്നു അല്ലെ. നോട്ട് പാഡ് എടുത്തല്ലേ. ഈ നോട്ട് പാഡ് എടുത്തിട്ട് എന്ത് ഫയൽ സേവ് എന്നൊക്കെ കാണുമല്ലോ. നോട്ട് പാഡ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? HTML എഴുതുക. HTML എഴുതി കഴിഞ്ഞാൽ എന്തോ ക്ലോസ് ചെയ്യണം? HTML ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത് എന്ത് എഴുതണം? ഹെഡ് എഴുതണം. ഹെഡ് എന്ത് ചെയ്യണം? അടുത്ത് നമ്മൾ എന്താ എഴുതേണ്ടത്? ഈ ഒരു വെബ് പേജിന് എനിക്ക് ഇഷ്ടപ്പെട്ട ടൈറ്റിൽ കൊടുക്കണം അല്ലേ. ഞാനിപ്പം MyPSC എന്ന് അതിന്റെ പേര് കൊടുത്തു. എന്താ? MyPSC. എന്റെ വെബ് പേജിന് ഞാൻ എന്താ കൊടുത്തത്? MyPSC. എന്നിട്ട് എന്ത് ചെയ്യണം? ടൈറ്റിൽ ക്ലോസ്. ഓക്കെ, ഇപ്പം ഇത്രയും ചെയ്തിട്ട് നമ്മൾ HTML ഓപ്പൺ ചെയ്തു, HTML ക്ലോസ് ചെയ്തു. ഹെഡ് ഓപ്പൺ ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു. ടൈറ്റിൽ ഓപ്പൺ ചെയ്തു, ടൈറ്റിൽ എഴുതി ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ HTML-ന്റെ ബോഡി സ്ട്രക്ചർ ഇത്ര നിങ്ങൾ മനസ്സിലാക്കുക. ബോഡി ക്ലോസ്. ഈ ബോഡിക്കകത്ത് വേണം നമ്മൾ എന്ത് എഴുതാൻ?
മൈ PSC life started journey from Ernest Academy. ഇത്രയും ഞാൻ ഈ ബോഡിക്കകത്ത് എഴുതിയാൽ ഇത്രയും എഴുതുക, ഇത്രയും ലൈൻ ഓഫ് കോഡ് എഴുതുക. ഇത്രയും ലൈൻ ഓഫ് കോഡ് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഒന്ന് സേവ് ചെയ്ത് വെക്കാം. ഈ ഫയലിനെ മൈ ഫസ്റ്റ് പേജ് .html എന്ന് പറഞ്ഞുകൊണ്ട് സേവ് ചെയ്ത് വെക്കുക. സേവ് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങളുടെ അതിനകത്ത് മൈ ഫസ്റ്റ് പേജ് ഡോട്ട് എന്തെന്ന് പറഞ്ഞുകൊണ്ടാണ് സേവ് ചെയ്ത് വെക്കേണ്ടത്, .html എക്സ്റ്റൻഷനിൽ വേണം ഇത് സേവ് ചെയ്ത് വെക്കാൻ. വളരെ ഇമ്പോർട്ടൻറ്റ്. അന്നേരം ഞാൻ എന്ത് കോഡ് എഴുതി, ഈ ഇത്രയും കോഡ് എഴുതിയതിന് ശേഷം ഒരു നോട്ട് പാഡ് എടുത്തിട്ട് കോഡ് എഴുതിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ആ നോട്ട് പാഡിനെ സേവ് ചെയ്ത് വെക്കുന്നു. ആ നോട്ട് പാഡിനെ സേവ് ചെയ്ത് വെക്കുമ്പോൾ വെറുതെ സേവ് എന്ന് കൊടുക്കരുത്. HTML നമ്മൾ നോട്ട് പാഡ് എടുത്തതിന് ശേഷം അത് ടൈപ്പ് ചെയ്തിട്ട് ശേഷം ഫയൽ സേവ് ആസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. എന്താണ് ഫയൽ സേവ് ആസ് ഓപ്ഷൻ എടുത്തിട്ട് മൈ ഫസ്റ്റ് പേജ് .html ഏത് എക്സ്റ്റൻഷനിലാണ് നിങ്ങൾ സേവ് ചെയ്യേണ്ടത്, എന്നാലേ നിങ്ങൾ HTML ഫയലായിട്ട് എടുത്തുള്ളൂ. .html എക്സ്റ്റൻഷനിൽ അത് സേവ് ചെയ്യും. സേവ് ചെയ്ത് വെച്ച് നമ്മുടെ സിസ്റ്റത്തിലുണ്ടല്ലോ, ആ സിസ്റ്റത്തിലുള്ള ഡോക്യുമെന്റ് ആണ് മൈ പേജ് .html എന്ന് പറഞ്ഞ ഡോക്യുമെന്റ്. ഈ ഡോക്യുമെന്റിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ബ്രൗസർ വഴി നമ്മൾ എന്ത് ചെയ്യണം, മോസില്ല വെച്ചിട്ടോ അല്ലെങ്കിൽ ക്രോം വെച്ചിട്ടോ അതല്ല എങ്കിൽ എഡ്ജ് വെച്ചിട്ടോ ഏതെങ്കിലും ഒരു ബ്രൗസർ വെച്ചിട്ടോ ഓപ്പൺ ചെയ്താൽ നമുക്കിതൊരു വെബ് പേജ് ആയിട്ട് കിട്ടും. എങ്ങനെയുള്ള വെബ് പേജ് ആയിട്ട് കിട്ടും, ഈ കണ്ടന്റ് ആണ് നിങ്ങൾ എഴുതിയെങ്കിൽ നിങ്ങളുടെ വെബ് പേജ് ഇങ്ങനെ ഇരിക്കും. എന്താ നമ്മൾ ടൈറ്റിൽ കൊടുത്തത്, മൈ PSC. ഇനി എന്താ നമ്മൾ ബോഡി കൊടുത്തത്, മൈ PSC ലൈഫ്. എന്റെ മൈ PSC ലൈഫ് സ്റ്റാർട്ടഡ് ജേർണി ഫ്രം ഏണസ്റ്റ് അക്കാഡമി. ഇതുപോലൊരു വെബ് പേജ് ആയിട്ടാണ്. നിങ്ങൾ വെബ്സൈറ്റിലെ പേജ് കണ്ടിട്ടില്ലേ, നിങ്ങൾക്ക് തന്നെ ഇപ്പൊ സ്വന്തമായിട്ട് ഒരു വെബ് പേജ് ഉണ്ടാക്കാൻ പഠിച്ചല്ലോ എല്ലാവരും, പഠിച്ചോ അല്ലെ? സിമ്പിൾ ആണ്. അന്നേരം ഒരു വെബ്സൈറ്റിൽ നേരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് ഒരു വെബ്സൈറ്റ് ഡിസൈനറോ ഒക്കെ ആവാനുള്ള ഒരു ഓപ്ഷൻ കൂടി ആണ് നമ്മൾ ശരിക്കും പറഞ്ഞു തരുന്നത് അല്ലേ. ഇത്രയും കോഡ് എഴുതി ഒരു നോട്ട് പാഡിൽ സേവ് ചെയ്തിട്ട് ഒരു വെബ് ബ്രൗസർ വഴി ഓപ്പൺ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്തു, ആ ഒരു വെബ്സൈറ്റിൽ ഒരു പേജ് ഉണ്ടാക്കാൻ പഠിച്ചു എന്ന് അതിന്റെ മീനിങ്. കാര്യം മനസ്സിലായോ? ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒന്നുകൂടെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് കൂടാണ് ഇത്. നിങ്ങളൊന്ന് ചെയ്ത് ഞാനിപ്പം ലൈവായിട്ടൊന്ന് ചെയ്ത് അടുത്ത ദിവസങ്ങളിൽ കാണിക്കാം. അപ്പം ജസ്റ്റ് ഇത്രയൊന്ന് മനസ്സിലാക്കി വെക്കും. നമ്മള് ഏകദേശം ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചല്ലോ. ഇനി നമ്മൾ ടെക്സ്റ്റ് ടാഗുകളെ കുറിച്ച് പഠിക്കാൻ പോവാം. അന്നേരം ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ടെക്സ്റ്റ് ടാഗ്സ്. ഏതൊക്കെയാണ് ടെക്സ്റ്റ് ടാഗ്? ടെക്സ്റ്റ് ടാഗുകൾ രണ്ട് തരത്തിലാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, ക്യാരക്ടർ ലെവൽ ടാഗ്. എന്താണ് ക്യാരക്ടർ ലെവൽ ടാഗ്? രണ്ടാമത്തെ എന്താണ്, പാരഗ്രാഫ് ലെവൽ ടാഗ്. ഒന്ന് ക്യാരക്ടർ ലെവൽ ടാഗുകളും രണ്ടാമത്തേത് പാരഗ്രാഫ് ലെവൽ ടാഗുകളും. ഓക്കെ, ക്യാരക്ടർ ലെവൽ ടാഗുകൾ എന്താണ്, അതിന്റെ ക്യാരക്ടർ ലെവൽ ടാഗുകളും അതിന്റെ ആട്രിബ്യൂട്ട്സും അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇൻഡിവിജ്വൽ ലെറ്റേഴ്സ് ഓർ വേർഡ്സ്. നമ്മൾ ഫോർമാറ്റിങ്, ഇപ്പൊ ഞാൻ എഴുതിയ ആ വെബ് പേജിലെ ഒരു വാക്കിൽ, അതിപ്പം കാറെന്ന് എഴുതിയാൽ ഈ കാറിലേക്ക് എനിക്ക് ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ഉപയോഗിക്കുന്നത്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലെറ്ററിലോ അല്ലെ ഒരു വേർഡിലോ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യാൻ വേണ്ടി ക്യാരക്ടർ ലെവൽ ടാഗുകൾ ഉപയോഗിക്കും. എന്നാൽ എനിക്കൊരു ഞാനൊരു എൻ്റെ ടെക്സ്റ്റ് എഴുതി വെച്ചു. ഓക്കെ, ആ ടെക്സ്റ്റിലേക്ക് എനിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, പാരഗ്രാഫ് ലെവൽ ടാഗുകൾ വേണം ഉപയോഗിക്കാൻ. എന്താ ഉപയോഗിക്കേണ്ടത്, പാരഗ്രാഫ് ലെവൽ ടാഗുകൾ വേണം ഉപയോഗിക്കാൻ. ടെക്സ്റ്റ് ടാഗുകൾ രണ്ട് തരത്തിലാണുള്ളത്. ഏതൊക്കെയാണ്, ഒന്നെന്ന് പറയുന്നത് ഏതാണ്, ക്യാരക്ടർ ലെവൽ ടാഗും രണ്ടാമത്തെ ഏതാണ് പാരഗ്രാഫ് ലെവൽ ടാഗുകൾ. കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, ഈ നെക്സ്റ്റ് നോക്കിക്കേ, ക്യാരക്ടർ ഫോർമാറ്റിംഗ് ടാഗ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വേർഡ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ നിങ്ങളുടെ വെബ്സൈറ്റിൽ എങ്ങനെ കാണണം, വെബ് പേജിൽ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം, അതിനെ നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ക്യാരക്ടർ ഫോർമാറ്റിംഗ് ടാഗുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്,
എനിക്കിപ്പം ഒരു ടെക്സ്റ്റ് ടാഗ് ബോൾഡ് ആയിട്ട് കാണും. നമ്മൾ ഏടി പഠിച്ചിട്ടില്ലേ, ബോൾഡ് ആയിട്ട് കാണും. ഇപ്പം എന്ന് ഞാൻ ഇങ്ങനെ എഴുതി, ഈ എ എനിക്കൊന്ന് ബോൾഡ് ആയിട്ട് കാണും. എനിക്ക് ബോൾഡ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ബി എന്ന് പറയുന്ന ടാഗ് ഉപയോഗിക്കണം. ബി ക്ലോസിങ് ചെയ്യും. അന്നേരം ബോൾഡിന് വേണ്ടിയിട്ടുള്ള ടാഗാണ് ഇത് ബി. ഇതിനകത്ത് എന്ന് എഴുതി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എങ്ങനെ കിട്ടും? ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ചരിച്ചെഴുതുന്നില്ലേ, അന്നേരം അതിന് വേണ്ടിയിട്ടാണ് ഇറ്റാലിക് എന്ന് പറഞ്ഞ ടാഗ്. അതേതാണ്? ഐ ആണ് അതിന്റെ ടാഗ് ലെറ്റർ. എന്താണ്? ഇറ്റാലിക്. ക്ലോസ് ചെയ്യണം. ഐ ഓപ്പൺ ചെയ്താൽ ക്ലോസ് ചെയ്യണം. എന്നിട്ട് ഞാനിപ്പം എ എന്ന് ഇങ്ങനെ എഴുതും. അന്നേരം ഇവിടെ എങ്ങനെ എഴുതും? ഇതിനെ ചരിച്ച് എ എന്നുള്ള രീതിയിൽ കാണിക്കും, ഇറ്റാലിക് രീതിയിൽ കാണിക്കും. ഓക്കെ. അന്നേരം ഇങ്ങനെയുള്ള ടാഗുകളാണ് ക്യാരക്ടർ ഫോർമാറ്റിംഗ് ടാഗുകൾ. അന്നേരം ബോൾഡ് ഉണ്ട്, ഇറ്റാലിക് എന്ന് പറഞ്ഞ ടാഗ് ഉണ്ട്, ഇനി നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യണേ അണ്ടർലൈൻ എന്ന് പറഞ്ഞ ടാഗ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നെല്ലാം ക്ലോസിംഗ് ടാഗ് ഉണ്ട് കേട്ടോ. ബോൾഡ് ഓപ്പൺ ചെയ്താൽ ബോൾഡ് ക്ലോസ് ചെയ്യണം, ഇറ്റാലിക് ഓപ്പൺ ചെയ്താൽ ഇറ്റാലിക് ക്ലോസ് ചെയ്യണം, അണ്ടർലൈൻ ഓപ്പൺ ചെയ്താൽ അണ്ടർലൈൻ ക്ലോസ് ചെയ്യണം. നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടില്ലേ നിങ്ങളുടെ ഇതിനകത്ത് എ സ്ക്വയർ, ബി സ്ക്വയർ എന്നൊക്കെ കണ്ടിട്ടില്ലേ? ഇതിനെ പറയുന്നതാണ് സൂപ്പർ സ്ക്രിപ്റ്റുകൾ. എന്താണ് സൂപ്പർ സ്ക്രിപ്റ്റ്? ഇതെങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഒരു HTML ഡോക്യുമെന്റ് ഉണ്ടാക്കുന്നതെന്ന് പഠിപ്പിക്കട്ടെ. സൂപ്പർ സ്ക്രിപ്റ്റിന്റെ ടാഗിന്റെ പേര് SUP അല്ലെ. എനിക്ക് ഈ 2 എവിടെയാ വേണ്ടത്? എയുടെ മേളിലാണ് വേണ്ടത്. അന്നേരം എ എന്ന് ആദ്യം എഴുതുക, സൂപ്പർ എന്ന് കൊടുക്കുന്ന ടാഗിന് SUP എന്ന് കൊടുക്കുക, 2 എന്ന് ഇവിടെ കൊടുക്കുക, അതിനുശേഷം എന്ത് കൊടുക്കുക? SUP ക്ലോസ് ചെയ്യും. എന്ത് സംഭവിക്കും? എ സ്ക്വയർ എന്ന് കിട്ടും. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ A2 എന്നാണ് കിട്ടേണ്ടതെങ്കിലോ, എ എന്ന് എഴുതുക, അതിന് കൊടുക്കേണ്ടത് എന്താണ്? സബ്സ്ക്രിപ്റ്റ് അതല്ലേ. സബ് എന്ന് കൊടുക്കുക, 2 എന്ന് കൊടുക്കുക, എന്ത് ക്ലോസ് ചെയ്യുക? സബ് ക്ലോസ് ചെയ്യും. അന്നേരം എന്തെങ്ങനെ കിട്ടും? എ എന്ന് എഴുതിയിട്ട് താഴെയായിട്ട് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് സ്മോളർ ടെക്സ്റ്റ് ഫോണ്ട് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? സ്മോൾ എന്ന് പറയുന്ന ഒരു ഫോണ്ട് കൊടുക്കും. ഈ ബിഗ് ടെക്സ്റ്റ് ആയിട്ട് കാണണമെങ്കിൽ എന്ത് കൊടുക്കണം? ബിഗ് എന്ന് പറയുന്ന ഒരു ടാഗ് കൊടുക്കുക. അതായത് ഞാൻ കുറെ ടാഗുകൾ ഇപ്പൊ പഠിപ്പിച്ചു. ബോൾഡ് ആയിട്ട് കാണുന്ന ഏത് ടാഗാണ്? ബി. ഇതെല്ലാം ക്വസ്റ്റ്യൻ വരും. ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ ബോൾഡ് എന്ന് ചോദിച്ചാൽ, ഡിസ്പ്ലേ ടെക്സ്റ്റ് ഇൻ ബോൾഡ് എന്ന് ചോദിച്ചാൽ ബി. ഇറ്റാലിക് ആണെങ്കിൽ ഐ, അണ്ടർലൈൻ ആണെങ്കിൽ യു, സബ്സ്ക്രിപ്റ്റ് ആണെങ്കിൽ സബ്, സൂപ്പർ സ്ക്രിപ്റ്റ് ആണെങ്കിൽ SUP, സ്മോൾ ടെക്സ്റ്റ് ആണെങ്കിൽ സ്മോൾ, ബിഗ് ആണെങ്കിൽ ബിഗ്. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി അടുത്തത് നമുക്ക് ഫോണ്ട് കളർ കൊടുക്കുന്നതാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പം നിങ്ങൾ നെക്സ്റ്റ് ഇപ്പൊ ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് ആണ്. നിങ്ങൾ ക്ലാസ്സുകളെല്ലാം കൃത്യമായിട്ട് കാണുക. രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറയണം. ഇൻ HTML ഡാഷ് ടാഗ് ഡിഫൈൻസ് പാരഗ്രാഫ്. ഏതാണ് നമ്മളിപ്പോൾ പഠിപ്പിച്ച പി ടാഗ് ആണ് പാരഗ്രാഫ്. അത് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകേണ്ടതാണ്. അതേപോലെ തന്നെയാണ് നമ്മളോട് ചോദിക്കുകയാണ് HTML ഡാഷ് ടാഗ് ഡിഫൈൻസ് ബോൾഡ് എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ബി ടാഗ്. അതേപോലെ ഡാഷ് ടാഗ് യൂസിങ് ഇറ്റാലിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? ഐ. അണ്ടർലൈൻ ആണ് ഏതെന്ന് പറയണം? യു. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഡീഫോൾട്ട് ആയിട്ടുള്ള HTML-ന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .htm എന്നും യൂസ് ചെയ്യാം, .html എന്നും യൂസ് ചെയ്യാം. ആൻസർ അന്നേരം ബോത്ത് എ ആൻഡ് ബി ആണ്. ഓക്കെ. HTML ടാഗ് എങ്ങനെയാ ബിഗിൻ ചെയ്യേണ്ടത്? സ്റ്റാർട്ടിംഗ് ടാഗ് വെച്ചിട്ടാണ് അല്ലെ. അറിയാമല്ലോ അത്. HTML ടാഗ് എപ്പോഴും എന്താ ആംഗുലാർ ബ്രാക്കറ്റ്, ലെസ് ദാൻ എന്നുള്ള ആംഗുലാർ ബ്രാക്കറ്റിലായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അന്നേരം ഇങ്ങനെയുള്ള സിമ്പിൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും HTML ചോദിക്കുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഇതിന്റെ അടുത്ത ടോപ്പിക്കുകൾ, അടുത്ത സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് കിട്ടും. അന്നേരം ഏണസ്റ്റ് അക്കാഡമി ഇതിനൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വലിയ പ്ലാനുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. നല്ലൊരു സ്റ്റഡി പ്ലാന് വിത്ത് അതൊരു അവർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു നല്ല സ്റ്റഡി പ്ലാൻ ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഏറ്റവും നല്ല രീതിയിലുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിനെ അതിന് വേണ്ടിയിട്ട് ഓരോ ടോപ്പിക് വൈസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലപോലെ അതിനകത്തൊരു ഏണസ്റ്റ് അക്കാഡമിയുടെ ഒരു പ്രത്യേകത തന്നെയാണ്, നിങ്ങൾക്ക് നല്ലൊരു മെന്റർഷിപ്പ് കിട്ടും. അതായത് നിങ്ങളുടെ ഒരു ഫാക്കൽറ്റിയെ ഒരു കോഴ്സിന് അസൈൻ ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു മെന്ററിനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കിട്ടും. അപ്പം ഇപ്പൊ ഒരു ഫാക്കൽറ്റി ഡയറക്റ്റ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സും മെന്ററോട് പറയാം. മെന്റർ അത് കൃത്യമായിട്ട് ഫാക്കൽറ്റിയോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ ഉത്തരങ്ങൾ നിങ്ങളുടെ കയ്യിൽ എത്തിക്കും. ക്ലാസ്സുകളുടെ കാര്യങ്ങൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് നിങ്ങളുടെ കൂടെ തന്നെ ഒരു മെന്റർ കാണും. അന്നേരം അതൊരു വലിയ പ്രത്യേകതയാണ് ഏണസ്റ്റ് അക്കാഡമിയുടെ. അന്നേരം നിങ്ങൾക്ക് ഈ പോസ്റ്റ് ഒന്ന് വിചാരിച്ചാൽ ഈ ഒരു മാസം ഒന്ന് കഷ്ടപ്പെട്ടാൽ കിട്ടാവുന്ന ഒരു PCയുടെ പോസ്റ്റാണ്. അന്നേരം നിങ്ങൾക്ക് ആർക്കെങ്കിലും
താല്പര്യമുണ്ട്, ഞങ്ങളുടെ സ്റ്റഡി പ്ലാനിലൂടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓടിപ്പോവാൻ താല്പര്യമുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഞങ്ങളുടെ സ്റ്റഡി പ്ലാനുകളെല്ലാം കയറി കാണുക. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഷെഡ്യൂളാണ്. അത് നിങ്ങൾക്ക് എക്സാം ഒന്ന് ഗ്രാബ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒരുക്കിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും അതിന്റെ എക്സിക്യൂഷൻ ലെവൽസ് ഒക്കെയാണ്. നല്ല രീതിയിലുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കി നിങ്ങളെ കൊണ്ട് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യിക്കുന്ന സെഷൻസ് ഒക്കെ ധാരാളമുണ്ട്. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ നിന്നിട്ടായിരിക്കും നിങ്ങളെ മെന്റർ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾ ആഞ്ഞു പിടിച്ചാൽ ഇതുപോലത്തെ ടോപ്പിക്കുകളാണ് ബാക്കിയെല്ലാം പഠിക്കാൻ എളുപ്പമാണ്. അപ്പം നിങ്ങൾ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഉറപ്പായിട്ട് കിട്ടാവുന്ന ഒരു പോസ്റ്റാണ്. എല്ലാവരും ഇത് കൺഫർമേഷൻ കൊടുത്തു കാണുമല്ലോ. അന്നേരം ഇതിനു വേണ്ടി ഇന്നു മുതൽ പഠിച്ചു തുടങ്ങുക. ഒരു മിനിറ്റ് പോലും നമ്മൾ കളയരുത്. ഇന്നു മുതൽ പഠിച്ചു തുടങ്ങുക. ഏണസ്റ്റ് അക്കാഡമിയുടെ കൂടെ ചേർന്ന് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിന്റെ അവസാനം ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് കാണും. നിങ്ങളതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യുക. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ കൂടെ തന്നെ നിങ്ങൾക്ക് ചേർന്ന് പഠിച്ച് ഉറപ്പായിട്ടും ഈ പോസ്റ്റ് ഗ്രാബ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.